ഇന്ന് നമുക്കൊരു ബീൻസ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു പാത്രം വയ്ക്കാം. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊരു 10 കുഞ്ഞുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. സവാള ആയാലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുമാതിരി തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുന്നവരെ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 200 ഗ്രാം ബീൻസ് കഴുകി വൃത്തിയാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബീൻസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ചതിന് ശേഷം ഇതിൽ വെള്ളത്തിൻ്റെ വല്ല അംശം ഉണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ ഡ്രൈ ആക്കിയെടുക്കാം ബീൻസ് മെഴുക്ക് പുരട്ടി. അതുമാതിരി തന്നെ നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ബീൻസ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.